നെക്സ്റ്റ് പോർഷൻ ഇറ്റ് ഇസ് ലോജിക് മൈക്രോ ഓപ്പറേഷൻ. അതാണ് സ്ലൈഡ് നമ്പർ 33 കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം കണ്ടത് അരിത്തമെറ്റിക് മൈക്രോ ഓപ്പറേഷൻ ആണ്. അപ്പോൾ അതിൽ അഡീഷൻ ചെയ്യാം, കോംപ്ലിമെൻറ്റ് ചെയ്യാം, ടൂസ് കോംപ്ലിമെൻറ്റ് ചെയ്യാം. അപ്പം അതിന് ഹെൽപ്പ് ചെയ്യുന്ന സർക്യൂട്ട്സ് ഏതൊക്കെയാണ്, അതിൻ്റെ നൊട്ടേഷൻസ് എങ്ങനെയൊക്കെയാണ് എന്നാണ് കണ്ടത്. അപ്പോൾ സെക്കൻഡ് ടൈപ്പ് ഓഫ് മൈക്രോ ഓപ്പറേഷൻ ഇറ്റ് ഇസ് ലോജിക്. സോ അതിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലോജിക് ഓപ്പറേഷൻസിൻ്റെ നൊട്ടേഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. സോ ഇറ്റ് ഇസ് എ ഇംപ്ലൈസ് എ ബാർ എന്ന് വെച്ചാൽ കോംപ്ലിമെൻ്റ് ആണ്. ദെൻ സെക്കൻഡ് വൺ ഇറ്റ് ഇസ് എ ഓർ, തേർഡ് വൺ ആൻഡ്, ഫോർത്ത് വൺ എക്സ് ഓർ, ഫിഫ്ത്ത് ആൻഡ് സിക്സ്ത് ഇറ്റ് ഇസ് ഷിഫ്റ്റ് ലെഫ്റ്റ് ആൻഡ് ഷിഫ്റ്റ് റൈറ്റ്. ഇപ്പോൾ ഷിഫ്റ്റ് ലെഫ്റ്റ് സ്പേസ് എ എന്ന് കൊടുത്താൽ എ എന്ന് പറയുന്ന രജിസ്റ്ററിലുള്ള കണ്ടൻസിന് ഷിഫ്റ്റ് ലെഫ്റ്റ് ഓപ്പറേഷൻ പെർഫോം ചെയ്യണം. ഷിഫ്റ്റ് റൈറ്റിന് യൂസ് ചെയ്യുന്ന സിംബോളിക് നൊട്ടേഷനാണ് എസ് എച്ച് ആർ സ്പേസ് എ മീൻസ് എ എന്ന് പറയുന്ന രജിസ്റ്ററിലുള്ള കണ്ടൻറ്റിൽ ബിറ്റ്സിൽ അല്ലെങ്കിൽ കണ്ടൻസിന് ഷിഫ്റ്റ് റൈറ്റ് ഓപ്പറേഷൻ പെർഫോം ചെയ്യണം. ദീസ് ആർ ഓൾ വേരിയസ് ലോജിക് മൈക്രോ ഓപ്പറേഷൻസ്. ആൻഡ് look at the example specified in slide number 34. A implies SHL A. Similarly, B implies SHR B. അതിൽ ആദ്യത്തെ എക്സാമ്പിൾ നോക്കുക. A implies SHL A means shift left operation need to be performed for the contents of register A. So it is one bit shift to the left of register A. A എന്ന് പറയുന്ന രജിസ്റ്ററിലേക്ക് ഒരു ബിറ്റ് ഷിഫ്റ്റ് ലെഫ്റ്റ് ഓപ്പറേഷൻ പെർഫോം ചെയ്യണം. SHR stands for shift right. SHR B means B എന്ന് പറയുന്ന രജിസ്റ്ററിൽ ഷിഫ്റ്റ് റൈറ്റ് ഓപ്പറേഷൻ പെർഫോം ചെയ്യണം. And look at the example specified in slide number 35. A implies SHL, A1 implies AN. കോമ എന്ന് പറയുന്ന മൾട്ടിപ്പിൾ മൈക്രോ ഓപ്പറേഷൻസിനെ സെപ്പറേറ്റ് ചെയ്യാനാണ് നമ്മൾ യൂസ് ചെയ്യുക. സോ എയിൽ പെർഫോം ചെയ്യേണ്ട ഓപ്പറേഷൻ ഏതൊക്കെയാണെന്നാണ് റൈറ്റ് സൈഡിൽ കോമയിട്ട് സെപ്പറേറ്റ് ചെയ്ത് മാർക്ക് ചെയ്തിരിക്കുന്നത്. സോ ഫസ്റ്റ് വൺ ഇറ്റ് ഇസ് ഓപ്പറേഷൻ ദാറ്റ് ഇസ് SHL, ഷിഫ്റ്റ് ലെഫ്റ്റ് ഓപ്പറേഷനാണ് പെർഫോം ചെയ്യേണ്ടത്. ആൻഡ് ഓൾസോ കോമ A1 implies AN. ദാറ്റ് മീൻസ് AN എന്ന് പറയുന്ന ലെഫ്റ്റ് മോസ്റ്റ് ബിറ്റാണ്. അതിലെ കണ്ടൻറ്റിന് A1 എന്ന് പറയുന്ന ആ രജിസ്റ്ററിൽ റൈറ്റ് മോസ്റ്റ് ബിറ്റാണ്, അതിലേക്ക് മൂവ് ചെയ്യണം. സോ ഇറ്റ്സ് ആക്ച്വലി പെർഫോമിങ് സർക്കുലാർ ഷിഫ്റ്റ്. റൈറ്റ് മോസ്റ്റ് അല്ലെങ്കിൽ ലെഫ്റ്റ് മോസ്റ്റ് കണ്ടൻറ്റിനെ ആ രജിസ്റ്ററിൻ്റെ റൈറ്റിലേക്ക് നമ്മൾ പാസ് ചെയ്യിപ്പിക്കുകയാണ്. Okay, so it's circular shift. Similarly, look at the second example. A implies SHR, AN implies E. So ഇവിടെ പെർഫോം ചെയ്യേണ്ടത് എ എന്ന് പറയുന്ന രജിസ്റ്ററിൽ ഷിഫ്റ്റ് റൈറ്റ് ഓപ്പറേഷൻ ആണ്. ആൻഡ് ഓൾസോ എ എന്ന് പറയുന്ന രജിസ്റ്ററിൻ്റെ ലെഫ്റ്റ് മോസ്റ്റ് ബിറ്റിന് വി നീഡ് ടു ട്രാൻസ്ഫോം ഇറ്റ് ഇൻ രജിസ്റ്റർ ഇ എന്ന് പറയുന്ന വേറെ രജിസ്റ്ററിലേക്കാണ് എയിലെ ലെഫ്റ്റ് മോസ്റ്റ് ബിറ്റിനെ നമ്മൾക്ക് മൂവ് ചെയ്യിപ്പിക്കേണ്ടത്. Okay, so these are the various notations that is used in shift operation. SHL shift left ന്, SHR right shift ന് സെയിം രജിസ്റ്ററിൽ തന്നെ ഷിഫ്റ്റ് ലെഫ്റ്റ് ഷിഫ്റ്റ് റൈറ്റ് ചെയ്യാം. ആ രജിസ്റ്ററിലെ ഡേറ്റിനെ വേറെ രജിസ്റ്ററിലേക്കും ഷിഫ്റ്റ് ചെയ്യിപ്പിക്കാം. അതിൻ്റെ എക്സാമ്പിൾ നൊട്ടേഷൻസ് ആണ് ഇതിലിപ്പോൾ കണ്ടത്. ആൻഡ് ഓൾസോ നെക്സ്റ്റ് വൺ ഇറ്റ് ഇസ് കണ്ടീഷണൽ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് ഇസ് സ്പെസിഫൈഡ് ഇൻ സ്ലൈഡ് നമ്പർ 36. ഹിയർ ഒരു രജിസ്റ്റർ ട്രാൻസ്ഫർ അല്ലെങ്കിൽ ഒരു മൈക്രോ ഓപ്പറേഷൻ ഒക്കെ ചെയ്യണമെങ്കിൽ ഒരു കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രം അത് പെർഫോം ചെയ്താൽ മതി, അല്ലെങ്കിൽ അത് വേണ്ട. ഓക്കെ, ഫോർ ദാറ്റ് ദ നൊട്ടേഷൻ that we used is P colon, use the keyword if, inside the bracket you can specify the condition. If the condition is true, then inside the square bracket perform, or inside the parenthesis you can perform micro operation. Else if the condition is false, then you can specify the else condition, that is, or the else statement inside parenthesis. If കണ്ടീഷൻ കൊടുക്കുക, കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ പെർഫോം ചെയ്യേണ്ട മൈക്രോ ഓപ്പറേഷൻ ദെൻ എന്ന് പറയുന്ന കീവേഡിന് ശേഷം എഴുതുക. കണ്ടീഷൻ ഫാൾസ് ആണെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളത് എൽസിന് ശേഷം എഴുതുക. ഓക്കെ, അതിനൊരു എക്സാമ്പിളാണ് സ്ലൈഡ് നമ്പർ 37 ഫസ്റ്റ് ലൈനിൽ കൊടുത്തിരിക്കുന്നത്. T2 is a control function or a timing function. If C equal to 0, the condition to be checked is C equal to 0. Then F implies 1. 1 should be transferred to F, else 0 should be assigned to F. ഓക്കെ, സോ ഹിയർ സി എന്ന് പറയുന്നത് സിംഗിൾ ബിറ്റ് അല്ലെങ്കിൽ 1 ബിറ്റ് രജിസ്റ്റർ ആണ്. അപ്പോൾ അതിലൊരു ഫ്ലിപ്പ് ഫ്ലോപ്പേ ഉള്ളൂ, സിംഗിൾ ഫ്ലിപ്പ് ഫ്ലോപ്പാണ് അതിലുള്ളത്. അതിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ 1 എന്ന് പറയുന്ന ബിറ്റ് എഫിലേക്ക് സ്റ്റോർ ചെയ്യണം. സിയിൽ 0 അല്ല ഡേറ്റ എങ്കിൽ 0 എന്ന് പറയുന്ന കണ്ടൻറ്റാണ് എഫിലേക്ക് പാസ് ചെയ്യേണ്ടത്. ഓക്കെ, ആൻഡ് ദ സി എന്ന് പറയുന്ന രജിസ്റ്റർ ഇറ്റ് ക്യാൻ
ബി എ മൾട്ടി ബിറ്റ് രജിസ്റ്റർ. ഇപ്പം ഇതിൽ സി എന്ന് പറയുന്നത് സിംഗിൾ ബിറ്റ് രജിസ്റ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ സിയുടെ വാല്യൂ 0 ആണെങ്കിൽ f equal to 1, സിയുടെ വാല്യൂ 1 ആണെങ്കിൽ f equal to 0. And this C can also be a multi-bit register. For example, if it is having 4 bit, that is C1, C2, C3 and C4, that is specified in the last line of slide number 37. Then we need to check the condition C equal to 0. For that, x equal to C1 plus C2 plus C3 plus C4 raised to j. അപ്പം ഇതിൽ എല്ലാ ബിറ്റ്സിനെയും ആഡ് ചെയ്യുക, പവർ j ആ വാല്യൂ എന്താണോ വരുന്നത്. ഇഫ് ഇറ്റ് ഇസ് 0 then we need to perform the operation f implies 1. if it is 1 then we need to perform the operation f equal to 0. ഇങ്ങനെയാണ് കണ്ടീഷണൽ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് എഴുതുന്നത്. ഓക്കെ, അപ്പം ഇതിൽ ഡിസ്കസ് ചെയ്ത ടോപ്പിക് സമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ ഇത്രയുമാണ് വരിക. രജിസ്റ്റേഴ്സും ഏതൊക്കെ ടൈപ്പ് ഓഫ് സ്പെഷ്യൽ പർപ്പസ് ആൻഡ് ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് ഉണ്ട്, അത് തമ്മിൽ എങ്ങനെയാണ് ഡേറ്റ ട്രാൻസ്ഫർ ഒക്കർ ചെയ്യുക, ഡേറ്റ പാത്ത് എങ്ങനെയാണ് എന്നുള്ളത് ഓൾറെഡി ഡിസ്കസ്ഡ് ആണ് പ്രീവിയസ് മോഡ്യൂൾസിൽ. ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് രജിസ്റ്റർ ട്രാൻസ്ഫർ ലോജിക് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഒരു രജിസ്റ്ററിലെ കണ്ടൻറ്റിനെ വേറെ രജിസ്റ്ററിലേക്കോ അല്ലെങ്കിൽ സം അതർ യൂണിറ്റിലേക്കോ നമ്മൾക്ക് പാസ് ചെയ്യാം. അത് ഏതൊക്കെ രീതിയിൽ നമ്മൾ ചെയ്യണം, ഏതൊക്കെ ടൈപ്പ് ഓഫ് ഓപ്പറേഷൻസ് അതിലുണ്ട് എന്നാണ് പറയുന്നത്. സോ നോർമലി രജിസ്റ്റർ ട്രാൻസ്ഫേഴ്സ് ചെയ്യാം, അതിൽ രജിസ്റ്റേഴ്സിൽ സ്റ്റോർ ചെയ്യുന്ന ഡേറ്റയിൽ ഡിഫറെൻറ്റ് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാം. അതിനെയാണ് മൈക്രോ ഓപ്പറേഷൻസ് എന്ന് പറയുക. മെയിൻലി 3 ടൈപ്പ് ഓഫ് മൈക്രോ ഓപ്പറേഷൻസ് ആണുള്ളത്. അരിത്തമെറ്റിക് മൈക്രോ ഓപ്പറേഷൻസ്, ദെൻ ലോജിക്കൽ മൈക്രോ ഓപ്പറേഷൻസ് ആൻഡ് ഷിഫ്റ്റ് മൈക്രോ ഓപ്പറേഷൻസ്. ഈ 3 മൈക്രോ ഓപ്പറേഷൻസിൻ്റെയും ജനറൽ നൊട്ടേഷൻസും അതിൻ്റെ പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻസുമാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു എക്സാമ്പിൾ എടുക്കുക, അതിൻ്റെ പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻസും അതിൻ്റെ കൂടെ പഠിക്കുക. കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത് ബേസിക് കൺട്രോൾ യൂണിറ്റ് ഓൾറെഡി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ ഓൾറെഡി അറിയാം 2 ടൈപ്പ് ഓഫ് കൺട്രോൾ മെത്തേഡ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുക. വൺ ഇസ് ഹാർഡ് വയർഡ് കൺട്രോൾ, സെക്കൻഡ് വൺ ഇസ് മൈക്രോ പ്രോഗ്രാംഡ് കൺട്രോൾ. ഹാർഡ് വയർഡ് കൺട്രോൾ ആണെങ്കിൽ ഹാർഡ്വെയർ ആണ് യൂസ് ചെയ്യുക കൺട്രോൾ സിഗ്നൽസ് ജനറേറ്റ് ചെയ്യാൻ. മൈക്രോ പ്രോഗ്രാംഡ് കൺട്രോൾ ആണെങ്കിൽ മൈക്രോ പ്രോഗ്രാം വിൽ ബി സ്റ്റോർഡ് ഇൻ മെമ്മറി. സോഫ്റ്റ്വെയർ ബേസ്ഡ്. ആ പ്രോഗ്രാം എക്സിക്യൂഷൻ ചെയ്യുന്നതിനനുസരിച്ച് കൺട്രോൾ സിഗ്നൽസ് ജനറേറ്റ് ചെയ്യും. ഇറ്റ് വിൽ ബി പാസ് ടു ഡിഫറെൻറ്റ് ഫങ്ഷണൽ യൂണിറ്റ്സ്. ഇതിൽ ഈ രജിസ്റ്റർ ട്രാൻസ്ഫറിന് ഹെൽപ്പ് ചെയ്യുന്ന കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് എങ്ങനെയാണ് നമ്മൾ റൈറ്റ് ചെയ്യുക, അതിൻ്റെ ജനറൽ നൊട്ടേഷൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. ഓക്കെ, താങ്ക് യു.